സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ ബയോമെഡിക്കൽ സ്റ്റുഡൻസ് ആണ്. യുവയിൽ ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ വന്നേക്കുവാണ്. അപ്പം ഞങ്ങളുടെ പ്രോജക്റ്റ് മാനേജിങ് റെസ്പിറേറ്ററി മോഷൻ ലങ് ക്യാൻസർ ട്രീറ്റ്മെൻ്റ് ആണ്. ഇത് ലങ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് സഹായിക്കുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. അപ്പം നോർമലായിട്ട് ലങ് ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്ന റേഡിയേഷൻ തെറാപ്പി വെച്ചിട്ടാണ്. പക്ഷേ റേഡിയേഷൻ തെറാപ്പിയിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പേഷ്യൻറ്റ് ബ്രീത്ത് ചെയ്യുമ്പം ആ ട്യൂമറിൻ്റെ ലൊക്കേഷൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് കാരണം കറക്റ്റ് ഇപ്പം ട്യൂമർ ഇല്ലാത്ത സ്ഥലത്തും റേഡിയേഷൻ ചെല്ലാൻ സാധ്യതയുണ്ട്. അത് ഭയങ്കര ഹാംഫുള്ളാണ്. അപ്പോൾ ഞങ്ങളിപ്പം ഒരു ലോ കോസ്റ്റ് ടെക്നിക്കാണ് ഇവിടെ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഈ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ഫേസിലാണ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രീത്തിങ് ട്രെയിനർ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്പ്ലേ ഉണ്ട്. പേഷ്യൻ്റ് ഒരു ഗ്യാസ് മാസ്ക് കൊടുക്കും. അപ്പം നമ്മൾ റെഫറൻസ് ആയിട്ടുള്ള നോർമലായിട്ടുള്ള ബ്രീത്തിങ് പാറ്റേൺ ഈ ഡിസ്പ്ലേയിൽ നമ്മൾ പേഷ്യൻറ്റിനെ കാണിക്കും. അതുപോലെ പേഷ്യൻറ്റ് പ്രസൻ്റായിട്ട് ബ്രീത്ത് ചെയ്യുന്ന പാറ്റേണും കാണിക്കും. പേഷ്യൻ്റ് ഈ ഡിസ്പ്ലേ നോക്കിയിട്ട് പേഷ്യൻറ്റിന് കമ്പയർ ചെയ്യാൻ പറ്റും എങ്ങനെയാണ് പേഷ്യൻറ്റ് ബ്രീത്ത് ചെയ്യുന്നത്, റെഫറൻസ് ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ. അപ്പോൾ അത് മാച്ച് ചെയ്യുന്ന രീതിയിൽ പേഷ്യൻ്റ് ഒരു ട്രെയിനിങ് കൊടുക്കും. അപ്പം അതാണ് ഫസ്റ്റ് ഫേസ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഡോക്ടേഴ്സിന് ഏത് പോയിൻറ്റിലാണ് ട്യൂമർ കൊടുക്കുക എന്ന് വെച്ച് ബ്രീത്തിങ് പാറ്റേൺ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്റ്റീവ് ബ്രീത്തിങ് കൺട്രോൾ. അതായത് പേഷ്യൻറ്റിനെ ഇപ്പം ബ്രീത്ത് ഹോൾഡ് ചെയ്ത് നിൽക്കുക, അതായത് ശ്വാസം നിർത്തി നിൽക്കുകയാണെങ്കിൽ ലങ്ങിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് പർട്ടിക്കുലർ പോയിൻറ്റ് തന്നെ ട്യൂമർ നിൽക്കും. അതിനുവേണ്ടി പേഷ്യൻ്റെ കയ്യിലൊരു സ്വിച്ച് കൊടുക്കുക. പേഷ്യൻറ്റിനോട് തന്നെ ബ്രീത്ത് ഹോൾഡ് ചെയ്യണമെന്നില്ല. അത് പേഷ്യൻ്റെ കയ്യിലൊരു സ്വിച്ച് കൊടുക്കും. ഓപ്പറേറ്ററിന് ഒരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഫ്ലോ ട്യൂബിലുള്ള എയർ നമുക്ക് കട്ട് ചെയ്യും. അപ്പോൾ പേഷ്യൻറ്റിന് ബ്രീത്ത് ഹോൾഡ് ചെയ്യാൻ അത് പേഷ്യൻ്റെ ബ്രീത്തിങ് നിർത്തും. ആ പർട്ടിക്കുലർ പോർഷനിൽ ബ്രീത്തിങ് നിൽക്കുന്ന പോർഷനിൽ മാത്രം നമുക്ക് റേഡിയേഷൻ കൊടുക്കും. അത് വളരെ ആക്യുറേറ്റ് ടെക്നിക്കാണ്. ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടെക്നിക്കിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ലോ കോസ്റ്റാണ്.